അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനികളെ, അള്ളാഹു അളവറ്റ അനുഗ്രഹം ചെയ്തതുകൊണ്ട് നാം മുസ്ലിമീങ്ങളായി, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മേഖലയിലെന്ന പോലെ സാമ്പത്തിക രംഗവും വിശുദ്ധവും പവിത്രവും ആയിരിക്കേണ്ടതാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ ഒരു 5 പൈസ പോലും സമ്പാദിക്കാനോ വിനിയോഗിക്കാനോ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ പലയിടങ്ങളിലും ഭാഗ്യക്കുറിയും ലോട്ടറിയും വിശ്വാസികൾക്കിടയിൽ കയറി വരുന്നത് കാണുന്നു. വിശുദ്ധ ഖുർആൻ നഖശികാന്തം എതിർത്ത കാര്യമാണ് ഭാഗ്യക്കുറി, ലോട്ടറി, ചൂതാട്ടം എന്നൊക്കെ പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒട്ടകത്തെ മുൻനിർത്തി നടന്നിരുന്ന പാടില്ലാത്ത നിഷിദ്ധമായ പ്രക്രിയയായിരുന്നു ഭാഗ്യക്കുറി. സൂറത്തുൽ ബഖറ 219 വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു: ചൂതാട്ടത്തെയും ഭാഗ്യക്കുറിയെയും മദ്യത്തെക്കുറിച്ചും ചോദിക്കുന്ന പക്ഷം നബിയെ അങ്ങ് പറയണം, ഫീഹിമ ഇസ്മുൻ കബീർ, അത് വൻ കുറ്റമാണ്, മഹാപാപമാണ് എന്നങ്ങ് പറയണം. സൂറത്തുൽ മാഇദയിൽ 90 വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു: മദ്യവും ഭാഗ്യക്കുറി, ലോട്ടറി, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, ഭാഗ്യദോഷം നോക്കൽ എന്നിവയൊക്കെ മ്ലേച്ഛവും പൈശാചികവുമാണ്. ഫജ്തനിബൂഹ്, നിങ്ങളത് വെടിയണേ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയം കൈവരിക്കാൻ. അടുത്ത വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: ചൂതാട്ടത്തിലൂടെയും മദ്യത്തിലൂടെയും ഭാഗ്യക്കുറിയിലൂടെയും നിങ്ങൾക്കിടയിൽ വിദ്വേഷവും വൈരാഗ്യവും വിതച്ച് അതുവഴി അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ദിക്റിൽ നിന്നും നിസ്കാരത്തിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കാനാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരം പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. ഒരാള് ഇങ്ങനെ പറഞ്ഞാൽ, തആൽ ഉഖാമിർക, നീ ഇങ്ങോട്ട് വാ, ഉഖാമിർക, ഭാഗ്യക്കുറിയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം എന്നൊരാൾ പറയുന്ന പക്ഷം ഫല്യതസദ്ദഖ്, അയാൾ പ്രായശ്ചിത്തം നൽകിക്കൊള്ളണം. ഇത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇത് വൻകുറ്റങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. മഹാനവറുകൾ തുടർന്ന് ഇങ്ങനെ പറയുന്നു: കേവലം ഭാഗ്യക്കുറിയെക്കുറിച്ച് സംസാരിക്കുന്ന പക്ഷം തന്നെ പ്രായശ്ചിത്തം നൽകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ടിക്കറ്റ് വാങ്ങിയയാൾ, ഇതിൽ പങ്കുചേർന്നയാൾ, ഇതിനുവേണ്ടി പരസ്യം ചെയ്തയാൾ, ഇതുമായി ബന്ധപ്പെട്ടയാൾ, അയാളുടെ കുറ്റം എന്തായിരിക്കും? ഫമാ ലന്നുക ബിൽ മുബാശറ,
ഭാഗ്യക്കുറി ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് കേരളത്തിലാണ്. 1967 നവംബർ 1 ആദ്യ ടിക്കറ്റ് വിറ്റത്. ആദ്യത്തെ നറുക്കെടുപ്പ് നടന്നത് 1968 ജനുവരിയിലാണ്. എന്താണ് ഈ ഭാഗ്യക്കുറി? പണത്തിനോ സമ്മാനങ്ങൾക്കോ വേണ്ടിയുള്ള ഒരിനം ചൂതുകളിയാണ് ഭാഗ്യക്കുറി. ജാഹിലിയത്തിൽ ഒട്ടകത്തെ സമ്മാനമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഭാഗ്യക്കുറി നടത്തിയത്. ഈ കാലഘട്ടത്തിൽ കാറ്, വീട്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഭാഗ്യക്കുറി നടത്തുന്നത് തെറ്റാണ്. വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. എനിക്ക് കടം പറ്റിപ്പോയി, ഇതല്ലാതെ എനിക്ക് മാർഗമില്ല എന്ന് പറയുന്നത് ശരിയല്ല. കടം പറ്റിപ്പോയി എന്ന നിലക്ക് ഒരു വിശ്വാസിക്ക് കള്ളി ബിസിനസ് പറ്റുമോ? തെറ്റല്ലേ അത്? ഖുർആനിൽ 3 സ്ഥലത്ത് സഗൗരവമാണ് ഇതിനെ എതിർത്തിട്ടുള്ളത്. ആകയാൽ പ്രിയപ്പെട്ട കാരണവന്മാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മമാരോട് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇത്തരം ടിക്കറ്റ് വാങ്ങാൻ പാടില്ല. എത്ര പരസ്യം കണ്ടാലും എത്ര തന്നെ പറഞ്ഞാലും നമ്മളിതിൽ പങ്കാളികളാകാൻ പാടില്ല. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളോട് വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കുന്ന നിലക്ക് ഉപദേശിച്ചും നിർദ്ദേശിച്ചും ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് പുതുതലമുറയെ ഹിക്മത്തോടെ, തന്ത്രത്തോടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ മായിദയിലെ 92-ാമത്തെ വചനത്തിൽ പറയുന്നു, വഅതിഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം. ചൂതാട്ടം പാടില്ല, ലോട്ടറി പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞു, അത് നിങ്ങൾ വഴിപ്പെടണം. വഅതിഉർ റസൂൽ, റസൂൽ പഠിപ്പിച്ചു അത് പാടില്ലെന്ന്. ആ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ വിഷയത്തിലും അവിടത്തെ വഴിപ്പെടണം. വഹ്ദറു, അതിന് എതിര് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ഇനി ആരെങ്കിലും തല്ലണ്ടമാവാ, നന്നാവൂല എന്ന തിയറി സ്വീകരിക്കുന്ന പക്ഷം ഫൈൻ തവല്ലൈത്തും, ഇത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്തിരിയുന്നില്ലെങ്കിൽ ഫഅലമൂ, നിങ്ങൾ ഉറപ്പിച്ചോളൂ, അന്നമാ അലാ റസൂലിന അൽ ബലാഗുൽ മുബീൻ, പ്രബോധനം ചെയ്യലേ, എത്തിച്ചു കൊടുക്കലേ ബാധ്യതയുള്ളൂ. സൽക്കർമ്മം ചെയ്ത് വിശ്വാസിയായി ജീവിച്ച് മരിക്കുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടെ മരിച്ച് സ്വാലിഹ്യങ്ങളോടൊന്നിച്ച്, വിശിഷ്യ മുത്തുനബിയോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരെങ്കിലും അറിയാതെ ഇത്തരം തെറ്റിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. അവരെ നീ ഇതിൽ നിന്ന് മാറ്റി തൗബ ചെയ്ത് നല്ലവരിൽ നല്ലവരായി ജീവിച്ച് മരിക്കാൻ അവർക്കും നമുക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.